قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരും ജ്ഞാനബോധ്യത്തോടുകൂടി മുസ്ലിമാകണം എന്നതിനെ കുറിച്ചാണ്. അഥവാ നമ്മൾ പഠിച്ചറിഞ്ഞ് വേണം മുസ്ലിമാകാൻ, ബോധ്യത്തോടെ വേണം മുസ്ലിമാകാൻ, ബോധത്തോടെ വേണം മുസ്ലിമാകാൻ, ജ്ഞാനത്തോടെ വേണം മുസ്ലിമാകാൻ. അതിനെല്ലാറ്റിനെയും കൂടി ചുരുക്കി കെട്ടിയ നമ്മൾ പറഞ്ഞത് നമ്മൾ ജ്ഞാനബോധത്തോടെ മുസ്ലിമാകണം എന്ന് പറഞ്ഞത്. ഈ പഠിച്ചറിഞ്ഞ് മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നത് എങ്ങനെയാണ്, നോമ്പെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിനെ കുറിച്ചല്ല. അത് സെക്കൻഡറി സ്റ്റെപ്പാണ്. അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മറ്റ് ആദാബുകൾ എന്നൊക്കെ അത് സെക്കൻഡറി സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൈമറി സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ പഠിക്കേണ്ടത് എന്തുകൊണ്ട് തൗഹീദ്, എന്താണ് തൗഹീദ്, എന്തുകൊണ്ട് ഇബാദത്ത്, എന്താണ് ഇബാദത്ത്, അതേപോലെ തന്നെ പരലോകം. ഇതിനെക്കുറിച്ചാണ് ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഇനി പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊരു പണ്ഡിതനാകണം എന്ന അർത്ഥത്തിലല്ല നമ്മളെ പറയുന്നത്, മറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ജ്ഞാനബോധം ഇസ്ലാമിനെ കുറിച്ച് നമുക്കുണ്ടാകണം. അതാണ് നമ്മൾ പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പഠിക്കുന്നതിനെ കുറിച്ചല്ല നമ്മളിപ്പോൾ പഠിക്കണം എന്ന് പറയുന്നത്. അത് ആവശ്യമാണ്, പക്ഷെ അത് സെക്കൻഡറി സ്റ്റെപ്പാണ്. പ്രൈമറി സ്റ്റെപ്പ് അതല്ല. പ്രൈമറി സ്റ്റെപ്പ് എന്തുകൊണ്ട് ഏകനായ അള്ളാഹു, എന്തുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, എന്താണ് ഇബാദത്ത് ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് പരലോകം അനിവാര്യമായി വരുന്നത്, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല ജ്ഞാനം ഓരോ സാധാ മുസ്ലിമിനും ഉണ്ടാകണം. അതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് മുസ്ലിമാകണം എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് ഇനിയിപ്പോൾ പോകുന്നില്ല. ഇതിൻ്റെ തന്നെ മറ്റൊരു വശം ചർച്ച ചെയ്യാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്ന് നമ്മൾ ഒരാളോട് പറയുമ്പോൾ നമ്മൾ ഈ പാരമ്പര്യത്തെ പിന്തുടർന്ന് പോകുന്നതിന് അർത്ഥമില്ല. കാരണം പാരമ്പര്യത്തിലൂടെ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാരണവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ബഹുമാന്യരെന്ന് കരുതുന്ന പണ്ഡിതന്മാർ, അവർ പല ശിർക്കുകളും ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സുന്നത്തുകൾ എന്ന പേരിലും അല്ലാത്ത പേരിലുമൊക്കെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ സ്വന്തം നിലയിൽ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ രണ്ട് ന്യായങ്ങളാണ് ഉന്നയിക്കാറുള്ളത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത് രണ്ട് ന്യായങ്ങളാണ്. അതിലൊന്നാമത്തെ ന്യായമാണ്, ഞങ്ങളുടെ കാക്ക കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിക്കൂ, അവർ എങ്ങനെയാണോ ഇവിടെ ജീവിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ജീവിക്കൂ എന്നതാണ് ഒരു വാദം. കാക്ക കാരണവന്മാരെ പിന്തുടർന്നേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ, അവർ നരകത്തിൽ പോണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോട്ടെ എന്നതാണ് അവരുടെ വാദം. ഈ വാദം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇസ്ലാമിനെ കുറിച്ചോ അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ ഒന്നും വേണ്ടത്ര ധാരണയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കാക്ക കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിച്ചോളാം, അവർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോട്ടെ എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതൊന്ന് അജ്ഞത കൊണ്ടാണ്. രണ്ടാമത്തെ കാരണം, മുസ്ലിം ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചാൽ മതി, പിന്നെ കുറച്ച് ആദാബുകളൊക്കെ പഠിക്കണം, അത്രേ ഉള്ളൂ, സ്വർഗത്തിൽ പോകാൻ അത് മതി, ഇനി ഇസ്ലാമിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പഠിക്കാനോ അന്വേഷിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല, അതിന് മെനക്കെടാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം പറയുന്ന മറ്റൊരു ന്യായമാണത്. വേറൊരു ന്യായം പറയുന്നത്, നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളടക്കം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഘട്ടത്തിൽ. അഥവാ ഞങ്ങളിനി നിങ്ങൾ പറയുന്നത് പോലെ എന്തെങ്കിലും ശിർക്കോ എന്തെങ്കിലും കുഫറോ എന്തെങ്കിലും ബിദ്അത്തോ ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സാമാന്യ ജനങ്ങളാണ്, ഞങ്ങൾ അജ്ഞരാണ്, വിവരമില്ലാത്തവരാണ്, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, അങ്ങനെ ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നാളെ അവർ സമാധാനം പറഞ്ഞോളൂ എന്ന രണ്ടാമത്തെ ന്യായം പരസ്യമായി പറയാൻ ചിലർ മടിക്കുമെങ്കിലും അവരുടെ ഉള്ളിലുള്ള ചിന്തയും ഇത് തന്നെയാണ്. ഇനി നമ്മൾ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ശിർക്കുണ്ട്, എന്തെങ്കിലുമൊക്കെ കുഫറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഖുറാഫാത്തുണ്ട്, എന്തെങ്കിലുമൊക്കെ ബിദ്അത്തുണ്ട് എന്ന് വന്നാൽ തന്നെ നമുക്ക് വിവരമില്ല. അപ്പം നമ്മളെ ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് ചെയ്യിക്കുന്ന മൗലവിമാരും പണ്ഡിതന്മാരും ഒക്കെ അതിന് മറുപടി പറഞ്ഞോളും എന്ന ന്യായമാണ്. ഈ രണ്ട് ന്യായങ്ങളും ഉന്നയിക്കുന്നത്, ഒന്ന് കാക്ക കാരണവന്മാർ ന്യായം, അങ്ങനെ നമുക്ക് ചുരുക്കി പറയാം. ഒന്ന് കാക്ക കാരണവന്മാർ ന്യായം, പാരമ്പര്യ ന്യായം. രണ്ടാമത്തേത് അന്ധമായ പിന്തുടർച്ച, പണ്ഡിതന്മാർ കാര്യങ്ങൾ നോക്കിക്കോളും, നാളെ ഏടാകുടത്തിൽപ്പെട്ടാൽ അവർ കാര്യങ്ങൾ പറഞ്ഞോളും എന്ന ചിന്ത. ഈ രണ്ട് ന്യായങ്ങളും ഉന്നയിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഇസ്ലാമിനെ കുറിച്ചോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചോ സർവോപരി പരലോകത്തെക്കുറിച്ചോ നരക സ്വർഗത്തെക്കുറിച്ചോ ഒന്നും വേണ്ടത്ര ജ്ഞാനമില്ലാത്തതിൻ്റെ ബോധമില്ലാത്തതിൻ്റെ കാരണമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. നരകം എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് അവർ നരകത്തിൽ പോയാൽ ഞങ്ങളും പോയിക്കോളാം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ മുന്നിലുള്ളവരൊക്കെ നരകത്തിൽ പോയാൽ, എൻ്റെ വാപ്പായും ഉമ്മായും ഒക്കെ നരകത്തിൽ പോയാൽ ഞാനും ആ നരകത്തിൽ പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് നരകം എന്താണെന്നറിയാത്തത് കൊണ്ടാണ്, പരലോകം എന്താണെന്നറിയാത്തത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിന് കാരണം. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള മെനക്കേട് അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല എന്ന് ഉള്ള ചിന്ത നയിക്കുന്നത് കൊണ്ടാണ് ഈ വക ന്യായങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ന്യായങ്ങളും ഇസ്ലാമിക വിരുദ്ധമാണ്. കാക്കകാരണന്മാർ ജീവിച്ചതുപോലെ ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞോളും എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഖുർആനിക വിരുദ്ധമാണ്. എന്ന് മാത്രമല്ല യുക്തിവിരുദ്ധമാണ്. യുക്തിവിരുദ്ധമാണത്. നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് അത് യുക്തിവിരുദ്ധമാണെന്ന് നമുക്ക് തോന്നാത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാക്ക കാരണവന്മാർ ജീവിച്ചതുപോലെ ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ഇത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഈ കാക്ക കാരണവന്മാർ ന്യായം എന്ന് പറയുന്നത് ഇസ്ലാം പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യത്തിലും നമ്മൾ ഈ കാക്ക കാരണവന്മാർ ന്യായം ഉന്നയിക്കില്ല. അത് അപ്ലൈ ചെയ്യുന്നത് ഇസ്ലാം പഠിക്കണമെന്ന് പറയുമ്പോൾ ഇസ്ലാം പഠിച്ചറിഞ്ഞ് മുസ്ലിം ആകണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാൻ, നിങ്ങൾ ആ ചെയ്യുന്നത് ചിലത് കുഫറിനോട് ചേർന്ന് നിൽക്കുന്നതാണ്,
നിങ്ങൾ ആ ചെയ്യുന്നത് ശിർക്കാണ് എന്നൊക്കെ പറയുമ്പോൾ മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ മാത്രമാണ് ഈ കാക്ക കാരണവന്മാർ ന്യായം ഉന്നയിക്കുള്ളൂ. അതല്ലാത്ത എല്ലാ കാര്യത്തിലും നമ്മൾ കാക്ക കാരണവന്മാരെ തള്ളിയാണ് മുന്നോട്ട് പോകുന്നത്. കാക്ക കാരണവന്മാർ ജീവിച്ച വീട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതേപോലുള്ള വീട് വച്ച മതി എന്ന് നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? എൻ്റെ വാപ്പായും ഉമ്മയും ജീവിച്ച ഈ വീടാണ്, ഈ വീട് മതി, ഇവിടെ ജീവിച്ച മതി, നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. കാലത്തിനനുസരിച്ച് അതൊക്കെ പൊളിച്ച് പണിത് കോൺക്രീറ്റ് ആക്കി ഗാർഡനൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കാരണവന്മാർ ധരിച്ചത് ഇന്ന വസ്ത്രങ്ങളാണ്, അതുകൊണ്ട് അത് ധരിച്ചാൽ മതി, നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചിട്ടില്ല. ആധുനിക ഡ്രസ്സുകളാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മക്കളെ ധരിപ്പിക്കുന്നത്. കാരണവന്മാരോട് നമുക്ക് വലിയ സ്നേഹമുണ്ട്. ഈ കാരണവന്മാർ ന്യായം ഉന്നയിക്കുന്നതിന് എന്തുകൊണ്ടാണ്? അവരെ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നതുകൊണ്ടാണ്. അവർ നമ്മളെ പറ്റിക്കൂല എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ അവർ ജീവിച്ച വീട്ടിലല്ല ജീവിക്കുന്നത്, അവർ ധരിച്ച വസ്ത്രമല്ല ധരിക്കുന്നത്, അവർ നേടിയ വിദ്യാഭ്യാസം അല്ല നമ്മൾ നേടുന്നത്. എൻ്റെ വാപ്പാക്ക് ഇത്ര വയസ്സുണ്ടായുള്ളൂ, എത്ര ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, നമുക്കും അത് മതി എന്ന് നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചോ? ഇല്ല. എൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ ഭക്ഷിച്ചത് ഈ ഭക്ഷണങ്ങളാണ്, അതുകൊണ്ട് അത് മതി, ഞാനായിട്ടിനി അൽഫാമോ മന്തിയോ ഒന്നും കഴിക്കണില്ല എന്ന് നമ്മൾ തീരുമാനിച്ചോ? ഇല്ല. അവിടെയെല്ലാം നമ്മൾ കാരണവന്മാരെ തള്ളിയാണ് മുന്നോട്ട് പോകുന്നത്, അവരെ മാറ്റി നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ മാറ്റി നിർത്തി മുന്നോട്ട് പോകണം എന്ന് അവരെ ഒരാളും വയലു പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല, ഒരാളും അവരോട് പ്രസംഗിച്ചിട്ടില്ല, ഒരു ഹുതുബയിലും അവരോട് ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഡ്രസ്സ് മാറ്റണം, കാലത്തിനനുസരിച്ച് ഡ്രസ്സ് മാറ്റണം, നിങ്ങൾ കാലത്തിനനുസരിച്ച് ഫുഡ് മാറ്റണം, നിങ്ങളുടെ വീടൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് മോഡേൺ രൂപത്തിലാക്കണം, നിങ്ങൾ ഈ 10ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ ഒന്നും പഠിച്ച പോരാ, നിങ്ങൾ ഡിഗ്രിയും അതേപോലെ തന്നെ CA-യും എഞ്ചിനീയറിംഗും MBBS ഒക്കെ പഠിക്കണം എന്നിവരോട് ആരെങ്കിലും വാല് പറഞ്ഞോ? ആരും വാല് പറഞ്ഞിട്ടില്ല. അതിനു വേണ്ടി അവർക്ക് പരിചയമില്ലാത്ത, അവരുടെ മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത ഭാഷ വരെ അവർ പഠിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ ഇതൊക്കെ ചെയ്തത്? ആരും വാല് പറയാതെ, ആരും പ്രസംഗിക്കാതെ ഇതൊക്കെ നമ്മൾ ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ഭൗതിക ജീവിതമാണ്, നമ്മുടെ 2 കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ അഭിമുഖീകരിക്കുകയാണ് ഈ ജീവിതത്തെ, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ഈ ജീവിതത്തെ കാണുകയാണ്, നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ ആസ്വദിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ, അതനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിനെ മാറ്റങ്ങൾ വരുത്തി ആധുനികവൽക്കരിക്കാൻ നാം സന്നദ്ധമാകുന്നു. അതിന് നമുക്ക് പരിചയമില്ലാത്ത ഭാഷ നമ്മൾ നേടുന്നു, അതിനുവേണ്ടി അന്വേഷണങ്ങൾ നടത്തുന്നു, പഠിക്കുന്നു, ചിന്തിക്കുന്നു. എന്തുകൊണ്ട്? ഇതൊരു യാഥാർത്ഥ്യമാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അനുഭവിക്കുന്നു, സർവോപരി അതൊരു കോൺക്രീറ്റ് ഫാക്റ്റാണ്, വലിയ അനിഷേധ്യ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതേസമയം ഇസ്ലാം പഠിക്കണമെന്ന് പറയുന്നത് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പരലോകമായിട്ടാണ്. ഇതിൽ നമുക്ക് വേണ്ടത്ര ബോധ്യമില്ല. ഇത് വെറും പാരമ്പര്യ വിശ്വാസമാണ്, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല, നമുക്ക് പ്രത്യക്ഷത്തിലുള്ള ന്യായങ്ങളുമില്ല. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി പോയി മെനക്കെടലൊക്കെ നടക്കണ കാര്യമല്ല. ഇതാണ് വസ്തുത. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇത്തരത്തിൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. പരലോകം എന്ന് പറയുന്നത് ഇഹലോകം പോലെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന നിമിഷം നാം ഇസ്ലാമിനെ പഠിക്കും. ആ പരലോകത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള ജ്ഞാനബോധം നമുക്കുണ്ടാകും, ജ്ഞാനബോധ്യവും നമ്മൾ നേടും. ഇതാണ് വസ്തുത. ഇപ്പൊ വേണ്ടത്ര ബോധ്യമില്ലാത്തത് കൊണ്ടാണ് കാരണവുമായി, അതും ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണവന്മാരെല്ലാവരും പരലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വാതിലും നമ്മൾ കേട്ടിട്ടുണ്ട്. മൊത്തത്തിൽ പാരമ്പര്യമായിട്ട് പരലോകം ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇഹലോകം ഉണ്ടെന്ന് പറഞ്ഞത് വിശ്വാസമല്ല, ഇഹലോകം ഉണ്ടെന്ന് മാതാപിതാക്കൾ പറഞ്ഞതല്ല, ഇഹലോകം ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞാനത് കാണുന്നുണ്ട്, ഞാനത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് മുന്നേറിയേ മതിയാകൂ. അതിന് കാരണവന്മാരെ സൈഡ് ലൈൻ ചെയ്യണമെങ്കിൽ അവരെ നമ്മൾ സൈഡ് ലൈൻ ചെയ്യും, കാരണവന്മാരെ ബാക്ക് ലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ പുറകോട്ട് തള്ളി മാറ്റി നമ്മൾ മുന്നോട്ട് പോകും, പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇസ്ലാം പഠിക്കണം എന്ന് പറയുമ്പോൾ മാത്രമാണ് കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിച്ച മതി,
അതിനപ്പുറത്തൊന്നും ഇനി പഠിക്കേണ്ടതില്ല എന്ന തീർപ്പിൽ നമ്മൾ എത്തിപ്പെടുന്നത്. കാരണം ബോധ്യത്തിൻ്റെ പ്രശ്നമാണ്, കാരണം വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന ദൗർബല്യമാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മുസ്ലിം ആകണം. ഏത് ഹിന്ദുവിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, മുസ്ലിം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മുസ്ലിം ആകണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മിനിമം ലെവലിൽ ഒരു ബേസിക് സ്റ്റഡീസ് നമ്മൾ നടത്തണം, ഒരു പഠനം നമ്മൾ ആ വിഷയത്തിൽ നടത്തണം. അതേപോലെ നിങ്ങളൊന്ന് ആലോചിച്ച്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാരണവന്മാർ ന്യായത്തെ ഒരർത്ഥത്തിലും അംഗീകരിക്കുന്നില്ല. നമ്മളൊക്കെ വ്യാപകമായി പറഞ്ഞുകൊണ്ട് നടക്കണമല്ലോ, കാരണവന്മാർ നരകത്തിലാണ്, ഞങ്ങൾ നരകത്തിൽ പോയിക്കോട്ടെ എന്ന്. പക്ഷെ വിശുദ്ധ ഖുർആൻ ഒരിടത്തും കാരണവന്മാർ ന്യായം അംഗീകരിക്കുന്നില്ല. പാരമ്പര്യത്തെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല. പാരമ്പര്യത്തെ സത്യാസത്യ മാനദണ്ഡമായി, കാരണവന്മാരെ ശരിതെറ്റുകളുടെ മാനദണ്ഡമായി വിശുദ്ധ ഖുർആൻ ഒരിടത്തും അംഗീകരിക്കുന്നില്ല. ഒരിടത്തും കാരണവന്മാരെ പിന്തുടർന്ന് നിങ്ങൾ ജീവിച്ചോ എന്ന് വിശുദ്ധ ഖുർആൻ ഒരിടത്തും പറയുന്നില്ല. എന്ന് മാത്രമല്ല, അതിനെതിരെ അതിശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കാരണവന്മാർ ന്യായം ബുദ്ധിയുള്ള നമ്മൾ ഒരിക്കലും ഉന്നയിക്കരുത്. ഒരുപാട് തെളിവുകൾ നമുക്കതിന് നിരത്താൻ കഴിയും. അതേപോലെ തന്നെ പാരമ്പര്യവാദം, പാരമ്പര്യം വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു സംഗതി ആയിട്ട് കൂടി പാരമ്പര്യത്തെ ഇസ്ലാം നിരാകരിക്കുകയാണ്. ഒരു ഖുതുബയിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. പാരമ്പര്യത്തെ അല്ല നമ്മൾ പ്രമാണമാക്കേണ്ടത്. അതിന് കാരണമുണ്ട്. പാരമ്പര്യത്തിന് ഭയങ്കര സ്വാധീനമുണ്ട്, ഭയങ്കര സ്വാധീനമുണ്ട്. നമ്മൾ ചെയ്യുന്ന പല നന്മകളും, നമ്മൾ പല ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതും പാരമ്പര്യത്തിന്റെ സ്വാധീനം കൊണ്ടാണ്, ജ്ഞാനബോധം കൊണ്ടല്ല, പഠിച്ചറിഞ്ഞിട്ടല്ല, പാരമ്പര്യത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. അത്രയും ശക്തമാണ് പാരമ്പര്യത്തിന്റെ സ്വാധീനം. പക്ഷെ എന്നിട്ട് പോലും വിശുദ്ധ ഖുർആൻ ഒരിടത്തും പാരമ്പര്യം പിന്തുടരുക എന്ന് പറഞ്ഞില്ല. അപ്പൊ പാരമ്പര്യത്തെ ഇസ്ലാം നിരാകരിക്കുകയാണ്. കാരണവന്മാർ ന്യായത്തെ ഇസ്ലാം നിരാകരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 170-171 വചനങ്ങളിൽ നമുക്ക് കാണാം. വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 170-171 വചനങ്ങൾ. വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ച സത്യം നിങ്ങൾ അംഗീകരിക്കണം, അതിനെ പിന്തുടരണം എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയും ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഇല്ല, ഞങ്ങളുടെ കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിക്കൂ. ഇത് വിശുദ്ധ ഖുർആനിലുള്ളതാണ്. കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിക്കൂ. ശരി, അത് മതി എന്നല്ല പറഞ്ഞോ? ഇല്ല. അല്ലാഹ് എന്താ പറഞ്ഞത്? അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ കാരണവന്മാർ യാതൊരു ബോധവും ഇല്ലാതെ, ചിന്തയില്ലാതെ ജീവിച്ചവരാണെങ്കിൽ ആ ജീവിതം അവർ പിന്തുടരും എന്നാണോ അവർ പറയുന്നത്? വലാ യഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചിട്ടില്ല എങ്കിലും അവർ കാരണവന്മാർ ന്യായം ഉന്നയിച്ച് കാരണവന്മാർ ചെയ്തത് ചെയ്യും എന്നാണോ അവർ പറയുന്നത് എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്. അല്ലാഹ് അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹ് അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ഇനി മറ്റൊരു ലോജിക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. റസൂലുള്ളാഹി ഈ ആയത്ത് അവതരിക്കുന്നതും ഈ ന്യായം പറയുന്നു എപ്പോഴാ? ഇന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി മക്കയിലും മദീനയിലുമായിട്ട് നടന്നു നീങ്ങിയപ്പോൾ അവരോട് ഈ അള്ളാഹു അവതരിപ്പിച്ച ഈ സത്യത്തിലേക്ക്, അള്ളാഹു ഏകനാണ്, തൗഹീദാണ് ശരി, അവന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നാടുനീളെ നടന്നപ്പോൾ അവർ പറഞ്ഞ പ്രതികരണമാണിത്. അവർ പറഞ്ഞ പ്രതികരണമാണിത്. ഈ അവരാരാണ്? പണ്ഡിതന്മാരല്ല. പണ്ഡിതന്മാരല്ല അവർ. നമ്മളെപ്പോലെ സാധാരണക്കാരായിരുന്നു. അവിടുത്തെ സാധാരണക്കാരായ അറബികളാണ് പറഞ്ഞത്. എന്ത്? ഇല്ല, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തത് എന്താണോ, ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മതം, വ്യവസ്ഥ, അതേ ഞങ്ങൾ പിന്തുടരൂ എന്ന് പറഞ്ഞത് സാധാരണക്കാരാണ്. സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരുടെ കാര്യമാണ് അല്ലാഹ് പറഞ്ഞത്. ഏത്? അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ യുക്തിയാണ് അല്ലാഹ് പറഞ്ഞത്. അവർക്ക് യാതൊരു വിവരവുമില്ല, അവർ ചിന്തിച്ചിട്ടുമില്ല, അവർ നേർമാർഗത്തിലുമല്ല, എന്നിട്ടും കാരണവന്മാരെ പിന്തുടരും എന്നാണോ പറയുന്നത് അവർ?
എന്നുള്ള ചോദിക്കുന്നത് ഈ കാക്ക കാരണവന്മാർ ന്യായത്തെ അള്ളാഹു നിരാകരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സാക്ഷിയല്ലേ അത്. എന്നിട്ട് അവരോട് അള്ളാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ കാക്ക കാരണവന്മാർ ന്യായം ഉന്നയിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത് എന്നാണ് അവരോട് പറയുന്നത്. ആരോട് പറയുന്നത്? മക്കയിലെ സാധാരണ ജനങ്ങളോട് പറയുന്നത്. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു അജ്ഞനാണ്, അതുകൊണ്ട് വിവരമില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ കാക്ക കാരണവന്മാർ ചെയ്തതുപോലെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. എല്ലാ സാധാരണക്കാരനും ഇസ്ലാമിനെ കുറിച്ച് പ്രാഥമികമായിട്ടെങ്കിലും പഠിക്കണം എന്നല്ലേ അള്ള പറയുന്നത്. അല്ലെങ്കിൽ ശരി, നിങ്ങൾ കാരണവന്മാർ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ പോരെ. അല്ല അത് സമ്മതിച്ചു കൊടുക്കണില്ലല്ലോ. ഈ ചോദിക്കുന്നത് ആരാന്നറിയണം നമ്മൾ. സാധാരണക്കാരാണ് ഈ പറയുന്നത്, അവിടുത്തെ പണ്ഡിതന്മാരല്ല. മുഹമ്മദ് നബി വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്കിടയിലുള്ള പണ്ഡിതന്മാരല്ല ഇത് പറയുന്നത്, അവിടുത്തെ സാധാരണക്കാരാണ് ഇത് പറയുന്നത്. അവർ സാധാരണക്കാരാണ്, അവർക്ക് ഒരുപാട് പഠിക്കാൻ പറ്റില്ല, അതിനുള്ള അവസരമില്ല, അതുകൊണ്ട് ശരി നിങ്ങൾ അങ്ങനെ ജീവിച്ചോ എന്ന് പറയല്ലോ അല്ല ചെയ്തത്. അതിനെ ശക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. അതിനർത്ഥം സാധാരണക്കാരനും പഠിക്കണമെന്ന് തന്നെയാണ്. സാധാരണക്കാരനും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്ന് തന്നെയാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇനി മറ്റൊരു ലോജിക്ക് കൂടി, യുക്തി കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുസ്ലിം ആയത് പാരമ്പര്യമായിട്ടാണ്, പഠിച്ചറിഞ്ഞിട്ടല്ല. മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് കൊണ്ടാണ് നമ്മൾ മുസ്ലിം ആയത്. ഇതേ ന്യായം മുസ്ലിങ്ങളല്ലാത്തവർക്കും ഉന്നയിച്ചൂടെ? കാക്ക കാരണവന്മാർ ന്യായമാണെങ്കിൽ, അതൊരു യുക്തിയാണെങ്കിൽ, ആ യുക്തി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ശരിയാവുള്ളൂ. ബാക്കിയുള്ളവർ ഉപയോഗിക്കുമ്പോൾ തെറ്റാകുന്നത് എങ്ങനെയാണ്? അല്ല, അതെപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാക്ക കാരണന്മാർ ജീവിച്ച പോലെ ജീവിച്ച മതി എന്ന് പറയുന്ന ന്യായം, ആ യുക്തി മുസ്ലിങ്ങൾ പറയുമ്പോൾ ശരിയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയുമ്പോൾ തെറ്റുമാകുന്നത് എങ്ങനെയാണ്? എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ പറയാണ് ഞങ്ങൾ കാക്ക കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിക്കുള്ളൂ. ഇവിടെ ക്രൈസ്തവ സഹോദരന്മാർ പറയുകയാണ് പിന്നെ ഞങ്ങൾ കാക്ക കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിക്കുള്ളൂ. ഇവിടുത്തെ മുസ്ലിങ്ങളും പറയാണ് ഞങ്ങൾ കാക്ക കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിക്കുള്ളൂ. ഇതിൽ മുസ്ലിങ്ങൾ പറയുന്നത് മാത്രം ശരി, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയുന്നത് തെറ്റുമാകുന്നത് ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ മൂന്ന് കൂട്ടരും പറയുന്നത് തെറ്റാണ്. ഈ മൂന്ന് കൂട്ടരും പറയുന്നത് തെറ്റാണ്. അപ്പൊ നമ്മൾ കാക്ക കാരണവന്മാർ ന്യായം ഏതെങ്കിലും കാര്യത്തിൽ പറയുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഈ ന്യായം ഹിന്ദുക്കൾക്കും ബാധകമാണ്, ഈ ന്യായം ക്രിസ്ത്യാനികൾക്കും ബാധകമാണ്. നമ്മൾ കാക്ക കാരണവന്മാർ ന്യായം പറഞ്ഞാണ് ഇസ്ലാം ശരി എന്ന് പറയുന്നത്. ഹിന്ദുക്കളും കാക്ക കാരണവന്മാർ ന്യായം പറഞ്ഞാണ് ഹിന്ദുമതമാണ് ശരി എന്ന് പറയുന്നത്. ക്രൈസ്തവ സഹോദരന്മാരും കാക്ക കാരണവന്മാർ ന്യായം പറഞ്ഞാണ് ക്രൈസ്തവ മതം ശരിയാണെന്ന് പറയുന്നത്. ഇതിലേതാണ് ശരി? ഇതിലേതാണ് ശരി? നമ്മൾ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മൾ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ പഠിച്ചോ? പഠിച്ചെങ്കിൽ, നമ്മുടെ കാക്ക കാരണവന്മാർ ശരിയായ പാതയിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ പഠിച്ചോ? പഠിച്ചെങ്കിൽ ആ പഠനമാണ് ഇസ്ലാം പഠനം എന്ന് പറയുന്നത്. അത് പഠിച്ചാൽ പിന്നെ കാക്ക കാരണവന്മാർ ന്യായം ഉന്നയിക്കേണ്ട കാര്യമില്ല. ഞാൻ പഠിച്ചതാണെന്ന് അവിടെ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ പറയുന്നത് കാക്ക കാരണവന്മാർ ജീവിച്ചതുപോലെ ജീവിക്കാം എന്ന ഒരു യുക്തി ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ന്യായം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാക്ക കാരണവന്മാർ ജീവിച്ച പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് വിശുദ്ധ ഖുർആനിനെ പ്രമാണമാക്കി സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ കാക്ക കാരണവന്മാർ ജീവിച്ച പോലെ അല്ല ജീവിക്കേണ്ടത്. അത് മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹ് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹ് അംഗീകരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളുടെ സാധാരണക്കാരുടെ വിവരമില്ല എന്നാണല്ലോ പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകൾക്ക് വിവരമുണ്ടാ? മക്കയിലെ മുശ്രിക്കുകളും നമ്മളെപ്പോലെ സാധാരണക്കാരാണ്. ആ സാധാരണക്കാർ ഈ ന്യായം ഉന്നയിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞാൽ അതിവിടെ സ്വീകാര്യമല്ല എന്ന്. ആ സ്വീകാര്യം അല്ല എന്ന് പറഞ്ഞ പിന്നെ അള്ളാഹ്ക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്നാണ് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഒരു ഹൈന്ദവ സുഹൃത്ത് പറയാണ് ഇസ്ലാം ശരിയല്ല, ഒരു ക്രൈസ്തവ സുഹൃത്ത് പറയാണ് ഇസ്ലാം ശരിയല്ല. നിങ്ങളൊന്ന് ആലോചിക്കണം ഞാൻ എന്താ പറയുന്നതെന്നുള്ളത്. നമ്മളോട് നമ്മുടെ നാട്ടിലെ ഒരു ഹൈന്ദവ സുഹൃത്ത് പറയുന്നു ഇസ്ലാം ശരിയല്ല,
ക്രൈസ്തവ സുഹൃത്ത് പറയുന്നു ഇസ്ലാം ശരിയല്ല. നമുക്ക് അവരോട് എന്താ പറയാനുള്ളത്? ഇസ്ലാം ശരിയല്ല എന്ന് ഹൈന്ദവ സുഹൃത്തും ക്രൈസ്തവ സുഹൃത്തും പറയുന്നത് എന്ത് ന്യായത്തിലാണ്? ഇതേ കാക്കകാരണവന്മാർ ന്യായത്തിലാണ്. അവർ പഠിച്ചിട്ടല്ല പറയുന്നത്. കാക്കകാരണവന്മാരായിട്ട് ഹൈന്ദവ സഹോദരൻ വിശ്വസിക്കുന്നു ഹിന്ദുമതമാണ് ശരിയെന്ന്. അതുകൊണ്ട് അതല്ലാത്തതെല്ലാം തെറ്റെന്നവും ബാധിക്കുന്നു. ക്രൈസ്തവ സഹോദരനും കാക്കകാരണവന്മാർ ജനിച്ചത് മുതൽ കാക്കകാരണവന്മാരുടെ പാത ഈ കുരിശിനെ ആരാധിക്കുന്ന, യേശുവിനെ ദൈവമോ ദൈവപുത്രനോ ഒക്കെ വാഴ്ത്തുന്ന ആ രീതിയാണ്. അതുകൊണ്ട് ആ സഹോദരൻ വിചാരിക്കുന്നു ഇസ്ലാം ശരിയല്ല, ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഇസ്ലാം ശരിയല്ല, ദൈവമോ അംഗീകരിക്കാത്ത ഇസ്ലാം ശരിയല്ല എന്ന് വാദിക്കുന്നത് ഈ കാക്കകാരണവന്മാർ ന്യായം വച്ചിട്ടാണ്. അപ്പം നമുക്ക് അവനോട് എന്താ പറയാനുള്ളത്? നമുക്ക് എന്തായിരിക്കും അവനോട് പറയാനുണ്ടാവുക? നമുക്ക് പറയാനുണ്ടാവുക, സുഹൃത്തെ, നിങ്ങളാ പറയുന്നത് ശരിയല്ല, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ലാമാണ് ശരി എന്ന്. ഇതാരാ പറയണേ? കാക്കകാരണവന്മാർ ന്യായം ഉന്നയിക്കുന്നത് നമ്മളാണ് അവനോട് പറയുന്നത് നീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണോ. ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യമില്ലേ? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത ഞാൻ അവനോട് പറയാണ് നീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, അപ്പോൾ ഇസ്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം ശരിയാണെന്ന് മനസ്സിലാക്കിയത്? ഇവന്റെ കയ്യിൽ എന്ത് ഉത്തരവുള്ളത്? കാക്കകാരണവന്മാർ ന്യായമല്ലാതെ ഇയാളുടെ കയ്യിൽ എന്ത് ഉത്തരമാണുള്ളത്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിന്ദുവിന് മുസ്ലിം ആകണമെങ്കിൽ പഠിക്കണം, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവന് മുസ്ലിം ആണെങ്കിൽ പഠിക്കണ്ട. ഇതെന്ത് ന്യായാന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം ഇത് അംഗീകരിക്കാത്തത്. വിശുദ്ധ ഖുർആൻ ഇത് അംഗീകരിക്കാത്തത്. വിശുദ്ധ ഖുർആൻ ഈ കാക്കകാരണവന്മാർ ന്യായവും ഈ പാരമ്പര്യവാദവും ഒന്നും അംഗീകരിക്കാത്തതിന്റെ കാരണം ശരിതെറ്റുകളുടെ മാനദണ്ഡം ഇതൊന്നുമല്ല. എൻ്റെ കാരണവന്മാർ എങ്ങനെ ജീവിച്ചു എന്നതല്ല എൻ്റെ ശരിക്കും മാനദണ്ഡം. ക്രൈസ്തവ സുഹൃത്തിൻ്റെ കാരണവന്മാർ എങ്ങനെ ജീവിച്ചു എന്നതല്ല അയാളുടെ ശരിക്കും മാനദണ്ഡം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ ഖുർആൻ ഫുർഖാനാണ്, ഇത് നിങ്ങൾ പഠിക്കണം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഗ്രന്ഥത്തെ ഞാൻ ലളിതമാക്കിയിരിക്കുന്നു, അത് നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ട് ഏകദൈവത്വം എന്ന് പഠിക്കണം, എന്തുകൊണ്ട് ഇബാദത്ത് എന്ന് പഠിക്കണം, എന്തുകൊണ്ട് പരലോകം എന്ന് പഠിക്കണം. ഇത് പഠിക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം സത്യാസത്യത്തിന്റെ മാനദണ്ഡം വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ യുക്തിയാണ്, പ്രഥമമായി ഖുർആനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയെല്ലാം ആക്ടിവേറ്റ് ആവുള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അപ്പം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ബാക്കിയുള്ളവർ ഈ ന്യായം ഉന്നയിക്കുമ്പോൾ തെറ്റും, നമ്മൾ ഉന്നയിക്കുമ്പോൾ ശരിയാവുകയുമില്ല. തെറ്റാണെങ്കിൽ എല്ലാവരും ഉന്നയിക്കുന്നത് തെറ്റാണ്, ശരിയാണെങ്കിൽ എല്ലാവരും ഉന്നയിക്കുന്നത് ശരിയാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് ജ്ഞാനം ആർജിച്ചുകൊണ്ട് മുസ്ലിമാകണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ന്യായം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതെന്താണ്? ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ ന്യായം പറഞ്ഞോളും എന്ന ന്യായമാണ് നമ്മൾ പിന്നെ പറയുന്നത്. അഥവാ പണ്ഡിതന്മാർക്ക് ഇതൊക്കെ അറിയാം, ഞങ്ങളെ അവർ വഴിപഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരല്ലാഹുവിനോട് പറഞ്ഞോളും. ഇതും ന്യായമല്ല, ഇതും എവിടെയും പറയാൻ പറ്റുന്ന ന്യായമല്ല. അത് ന്യായമായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ അത് സമ്മതിച്ചു കൊടുക്കണമായിരുന്നു. വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വഅത്അന റസൂൽ ഖാലൂ റബ്ബനാ ഇന്നാ അത്അന സാദതന വകുബ്റാഅന ഫഅദല്ലൂന സബീല റബ്ബനാ ആതിഹിം ളിഫൈൻ മിനൽ അദാബ് വൽ അൻഹും ലഅനൻ കബീറ. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 66, 67, 68 വാചകങ്ങളാണ് ഞാൻ കേൾപ്പിച്ചത്. എന്താ പറയുന്നത്? യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നാളെ അവർ നരകത്തിൽ കിടന്ന് കീഴ്മേൽ മറിയുമ്പോൾ യഖൂലു യാ ലൈതന, അവർ വിലപിക്കും, അവർ അയ്യം വിളിക്കും, അവർ നിലോളിക്കും. എന്തു പറഞ്ഞിട്ടാണ്? അത്അന അല്ലാഹ വഅത്അന റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ പിന്തുടർന്നിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. കാരണവന്മാരെ പിന്തുടർന്ന കാര്യമല്ല പറഞ്ഞത്, പാരമ്പര്യത്തെ പിന്തുടർന്ന കാര്യമല്ല പറഞ്ഞത്.
ഇസ്ലാമിലെ 2 സുപ്രധാന അടിസ്ഥാനങ്ങളെ പിന്തുടരുന്ന കാര്യം അവർ പറയുന്നത്. ബാക്കി പിന്തുടർന്നത് തെറ്റായിപ്പോയി എന്നവർക്ക് അവിടെ വച്ച് ബോധ്യപ്പെടുകയാണ്. അപ്പൊ ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും പിന്തുടർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? റബ്ബന കാലു റബ്ബന ഇന്ന അതഅന സാദതന വകുബ്രാന ഫഅളല്ലൂന സബീല. പടച്ചവനെ, ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങൾ പണ്ഡിതന്മാരെന്ന് വിളിച്ചിരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഞങ്ങളെ വഴിതെറ്റിക്കൂല എന്ന് വിളിച്ചിരുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ പിന്തുടർന്നു പോയി റബ്ബേ, ഞങ്ങൾ അവരെ പിന്തുടർന്നു പോയി. റബ്ബന ഇന്ന സാദതന വ കുബ്രാന ഫഅളല്ലൂന സബീല, അതഅന സാദതന വ കുബ്രാന ഫഅളല്ലൂന സബീല. ഞങ്ങളെ അവർ എന്നിട്ട് വഴിതെറ്റിച്ചു. ഈ ന്യായം തന്നെ. ഞങ്ങളുടെ നേതാക്കന്മാരെ പിന്തുടർന്നു, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു. എന്നിട്ട് അള്ളാഹിനോട് അവർ ആവശ്യപ്പെടുന്നത് റബ്ബന ആതിഹിം ലഅഫൈൻ, അല്ലാഹുവേ അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറ, അവരെ നീ കഠിനമായി ശപിക്കുകയും ചെയ്യണം നാഥ എന്നവർ അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് അവരോട് പറയുന്നില്ല, ആ ശരിയാണ്, നിങ്ങൾക്ക് വിവരം ഉണ്ടായില്ല അല്ലേ, നിങ്ങൾ പഠിച്ചില്ലല്ലേ, നിങ്ങൾ സാധാരണക്കാരായിരുന്നല്ലേ, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നില്ല, അവർക്ക് ഞാൻ ഇരട്ടി ശിക്ഷ നിങ്ങൾ പറഞ്ഞതുപോലെ കൊടുത്തോളാം എന്നല്ല പറയുന്നത്. അവർ ശിക്ഷയിൽ കിടക്കുമ്പോഴാണ് അവരിത് പറയുന്നത്. അന്നപ്പം നിങ്ങൾ കയറിക്കോ അവിടുന്ന് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ പറയാതിരുന്നത്? ഒന്ന്, ഇത് പറയുന്നതാരാ? പണ്ഡിതന്മാരല്ല. അവർ പണ്ഡിതന്മാരെ പിന്തുടർന്നാണല്ലോ പറയുന്നത്. അപ്പം പിന്തുടർന്ന് പണ്ഡിതന്മാരല്ലല്ലോ, സാധാരണക്കാരാണല്ലോ പണ്ഡിതന്മാരെ പിന്തുടർന്നത്. ആ സാധാരണക്കാരാണല്ലോ പറയുന്നത് അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു എന്ന്. ആ വഴിതെറ്റിച്ച ആളുകൾ ഈ ന്യായം പറയുമ്പോൾ നമ്മൾ പറയുന്ന ന്യായം അനുസരിച്ചാണെങ്കിൽ അള്ളാഹ് സമ്മതിക്കണം. ശരിയാണ്, നിങ്ങൾ ജാഹിലുകളായിരുന്നു, വിവരമില്ലാത്ത ആളുകളായിരുന്നു, അപ്പം അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അവരെ ഇരട്ടി ശിക്ഷ കൊടുത്തോളാം എന്ന് പറയണില്ല. അള്ളാഹ് പറയണില്ല. സാധാരണക്കാരാണെന്ന് ആലോചിക്കണം. നമ്മൾ സാധാരണക്കാരാണല്ലോ പറയുന്നത്, വിവരമില്ല, ജാഹിലാണ്, ജ്ഞാനം ഇല്ല, അതുകൊണ്ട് അവർ നോക്കിക്കോളൂന്ന്. ഈ സാധാരണക്കാരനെ അവരോടും പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ, അത് മുശ്രിക്കുകളുടെ കാര്യമല്ലേ, നമ്മൾ മുസ്ലിങ്ങൾക്ക് അങ്ങനെ വരുമോ? അല്ല, നമ്മൾ ഈ മുസ്ലിമിന് അങ്ങനെ വരില്ല എന്ന് പറയുന്നത് മുസ്ലിമാണ് ശരി എന്ന് നമ്മൾ എവിടുന്നാ മനസ്സിലാക്കിയത്? ഞാൻ അതാ ചോദിക്കുന്നത്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കി ഇസ്ലാമാണ് ശരിയെന്ന്? നമുക്ക് അവിടെ പറയാനുള്ള കാരണം, നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമാണ് ശരി എന്ന് പറയുന്നത്. പഠിച്ചിട്ടല്ല. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഇങ്ങനെയായിരിക്കും, ആ പറയുന്നതെല്ലാം മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ്. അവർ ശരിയല്ലാത്ത മതത്തിലും ദർശനത്തിലുമാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് അത് പറഞ്ഞപ്പോൾ അള്ളാഹ് അംഗീകരിക്കാതെ പോയത്. നമ്മൾ സാക്ഷാൽ ഇസ്ലാമിലാണുള്ളത്, അതുകൊണ്ട് അങ്ങനെ ന്യായം ഉന്നയിക്കേണ്ട കാര്യമില്ല എന്ന് ആര് പറഞ്ഞു? അത് ശരിയാണെന്ന് നമ്മൾ എവിടെ നിന്ന് മനസ്സിലാക്കി? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ, എത്രയോ ശിർക്കുകളും എത്രയോ ബിദ്അത്തുകളും എത്രയോ അന്തം കെട്ട പ്രവർത്തനങ്ങളുമാണ് നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇസ്ലാമിനെ വികലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെന്ന് പറയുന്നവരും, പിന്നെ അതുകൂടാതെ വേറെ കുറെ ശേഖന്മാരും, പിന്നെ അങ്ങനെയുള്ള കുറേ ആളുകളും നമ്മളെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാർ അതിൻ്റെ പുറകിൽ പോയി അവരുടെ സമ്പത്ത് നശിച്ചു പോകുന്നു, അവരുടെ വൈവാഹിക ജീവിതം തകർന്നു പോകുന്നു, അവരുടെ കുടുംബത്തിൽ സമാധാനമില്ലാതാകുന്നു. അവരോട് ചോദിക്കുമ്പോൾ കാരണവർമാർ ന്യായം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇസ്ലാമിനെ പഠിച്ച് മുസ്ലിമാകണം. മിനിമം പഠനം നമ്മൾ ഓരോരുത്തരും നടത്തണം. പല കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ യുക്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒരാളോടും. നിങ്ങൾ പഠിച്ചു നോക്കുന്നു പറയാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഒരാളോടും നമുക്ക് പറയാൻ പറ്റില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഒരു മുസ്ലിമിനല്ലാതെ. ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ ശരിയാവണമെങ്കിൽ അവൻ പഠിക്കണം, നമുക്ക് പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിന് ന്യായാവില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 36-ാം വചനം, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ലൈക കാന അൻഹു മസ്ഊല. നിനക്കറിവില്ലാത്തതിന്റെ പുറകിൽ നീ പോയി പിന്തുടരരുത്. ഇന്ന സമഅ, നിന്റെ കാഴ്ച, നിന്റെ കേൾവി, എല്ലാം, നിന്റെ ചിന്ത എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ അള്ളാഹ് എന്താ പറയുന്നത്? അറിവില്ലാതെ ഒന്നിന്റെ പുറകിലും പോകരുത്, അറിവോടുകൂടി വേണം പോകാൻ എന്നാണ് പറയുന്നത്.
അറിവോടുകൂടി വേണം പോകാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 39-ാം അധ്യായം സൂറത്തു സൂമർ 17-ഉം 18-ഉം സൂക്തങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ. ഫബസ്സിർ ഇബാദി, എൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. എൻ്റെ അടിമകൾക്ക്, മുസ്ലിങ്ങൾക്കല്ല, എൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു. ആ അടിമകൾ എങ്ങനെയുള്ളവരാണ്? അല്ലദീന യസ്തമിഊനൽ ഖൗല, എല്ലാ ആഖ്യാനങ്ങളും അവർ കേൾക്കും. ആര് വാഴ്ന്നു പറഞ്ഞാലും അതൊക്കെ അവർ കേൾക്കും. ഫയത്തബിഊന അഹ്സനഹു, അതിൽ ശരിയായതും ഏറ്റവും നല്ലതും അവർ പിന്തുടരും. അവരൊന്നും കേൾക്കൂല, കാരണവന്മാരെ പോലെ അങ്ങോട്ട് ജീവിച്ചു പോകും എന്നല്ല അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞത് എല്ലാവരും കേൾക്കും, എല്ലാവരും പ്രസംഗിക്കുന്നവർ കേൾക്കും. എന്നിട്ട് അവരുടെ ബുദ്ധിയിൽ അവർ ചാലിച്ചു നോക്കും. എന്നിട്ട് ഏറ്റവും നല്ലതിനെ അവർ പിന്തുടരും. ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാഹ്, അവരാണ് സന്മാർഗം നേടിയവർ. ഉലായിക്കഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിമാന്മാർ. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കിട്ടും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല 20-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കണം, ജ്ഞാനം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരണമേ തമ്പുരാനെ. ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നത്. കാരണവന്മാർ ജീവിച്ച പോലെ ഞങ്ങൾ ജീവിക്കും, ഇനി ഞങ്ങൾക്ക് തെറ്റിയാൽ അത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയൊരു സമാധാനം പറഞ്ഞോളും എന്ന് പറയുമ്പോൾ അതിനൊരു തരിമ്പും വാലിഡിറ്റി ഇസ്ലാമിലില്ല, വാല്യൂ ഇസ്ലാമിലില്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ന്യായമൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് എൻ്റെ ഖുതുബ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് നമുക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്, അതിന് നമ്മുടേതല്ലാത്ത ഭാഷ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ മാത്രം നമുക്ക് തീരെ സമയമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആവർത്തിക്കുന്നു, പരലോകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അഭിമുഖീകരിക്കേണ്ട ഇഹലോകത്തെ പോലെ ഒരു സത്യമാണ് എന്ന് നമുക്ക് ഇന്നും ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെട്ടാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു ദിവസത്തിൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ചിന്തിക്കാൻ, ഖുർആനിനെ കുറിച്ച് അറിയാൻ നാം ശ്രമിക്കണം. നാളെ നമുക്ക് ബാക്കിയായിട്ടുണ്ടാവുക അതൊക്കെ മാത്രമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രിയിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.